ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നീതു വന്നുടനെ എന്താ രേഷ്മി നീതുവിനെ അന്വേഷിക്കുന്നേ? അവളെ കാണാൻ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു. ഏത് ഫ്രണ്ട്? ഹരിത എന്നാ പറഞ്ഞേ. നീതു, ഏതാടി നിന്റെ ഫ്രണ്ട്? ഹരിത? ആ, കോളേജിലെ കുട്ടിയാ. എന്തിയേ? പുറത്ത് വണ്ടിയിലിരിക്കുക, എന്തോ തിരക്കുണ്ട്. അവളെന്താ ഇങ്ങോട്ട് വരാത്തത്? അവൾക്ക് കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാ, അതാ ഇറങ്ങാത്തത്. കാലിന് സ്വാധീനമില്ലേ? എന്നാൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. എന്നാൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. പോവാ ഞാൻ സീതേച്ചി. അതെ, ശരിക്കും താങ്ക് യു കേട്ടോ. അതെ, എങ്ങോട്ടാ പോകുന്നത്? എടാ, ഇത്തരം കാര്യങ്ങൾക്കെ കുറച്ചുകൂടെ മാറി നിൽക്കുന്നേ നല്ലത്. എടാ, ഓപ്പറേഷൻ സക്സസ് ദാ നോക്കി. നീതു, എടാ ചെല്ല്. എന്താ ഹരീഷ് ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വന്നയാ. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്താ ഹരീഷ് നീ ചേട്ടനെയും കൂട്ടിക്കൊണ്ട് വന്നത്? ഞാനില്ലായിരുന്നെങ്കിലേ വന്ന പോലെ നിന്റെ കാമവും തിരിച്ചു പോയനെ. ഞാൻ ഉള്ളതുകൊണ്ട് ആ കുട്ടി നിന്റെ വീട്ടിൽ വന്ന് നിന്നെ വിളിച്ചോണ്ട് വന്നേ. ആണോ? ചെയ്ത ഉപകാരത്തിന് നന്ദി. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട്. ഓ, പേഴ്സണലായി സംസാരിക്കണോ? ഓ, പെട്ടെന്ന് സംസാരിച്ചിട്ട് വരണേടാ. എടി, നിന്റെ വീട്ടുകാർ നിന്നെ തല്ലിയൊന്നും ഇല്ലല്ലോ? നീതു ഹരീഷിനെ കെട്ടിപ്പിടിക്കുന്നു. എടി, ആളുകൾ കാണുന്നവർ കാണട്ടെ. എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്തുണ്ട്. ഒന്ന് വിളിക്കാൻ ഫോൺ പോലും ഇല്ലാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയാമോ? ചത്താ മതിയെന്ന് തോന്നിപ്പോയി. എടി, വെറുതെ ഓരോന്ന് പറയാതിരിയടി. നീ ഇന്ന് വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. അപ്പോഴത്തേന് നീതുവിൻ്റെ ചേട്ടൻ വരുന്നു. ഡി, നീതുവിനെ വന്ന് അടിക്കുന്നു. എന്തിനാണ് അവളെ തല്ലുന്നത്? എൻ്റെ പെങ്ങളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. റോഡി ഇന്ന് പ്രേമം കളിച്ച് നാണം കെടുത്തുവല്ലേ, പിന്നെ അടിക്കുന്നു. ഡാ, മിണ്ടി പോവല്ല. നിന്നോട് പുറത്തിറങ്ങല്ലേന്നല്ലോടി പറഞ്ഞ. വാടി. വരുന്നില്ല, വാ. സുധീഷേട്ടാ, അവള് സാരമില്ല, പ്രേമത്തിന് വേണ്ടി കുറച്ച് അടി മേടിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അല്ലാതെ റോഡിൽ നിന്ന് പെങ്ങളെ കെട്ടിപ്പിടിച്ച് ആർക്കായാലും ദേഷ്യം വരുന്നില്ലേ? സുധീഷേട്ടാ, നീ വാ. സുധീഷേട്ടാ, അവരവളെ എടാ പേടിക്കൊന്നും വേണ്ട, കൊല്ലിയൊന്നും ഇല്ലല്ലോ. നീ വാ, വാടാ, വാടി ഇവിടെ വാ. കയറി വാടി, ഇവിടെ ഇരിയടി. എന്തിനാടാ ഇവിടെ തള്ളിയിടുന്നേ? ഇവളോട് ഞാൻ പുറത്ത് പോകല്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെ എങ്ങനെ പോയി? ആ രേഷ്മ എന്ന് വിളിച്ചിട്ട് പോയതാ. ഇവിടെ ഏതോ കൂട്ടുകാരി കാല് വയ്യാത്തതാ, വണ്ടി ഇരിപ്പുണ്ട്, കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. ആരോ വന്ന് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ഇവളെ അവരുടെ കൂടെ പറഞ്ഞു വിടുവല്ലേ? ഇവിടെ കൂട്ടുകാരിക്ക് കാലല്ല വയ്യാത്തത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ, തെളിച്ചു പറയടാ. ആ ഹരീഷും അവിടെ ചേട്ടനും ആയിരുന്നു പുറത്ത്. അവരെ കാണാനാ ഇവളെ പറഞ്ഞു വിട്ടത്. പെറ്റ തള്ളെ പറ്റിക്കുന്നോടി മൂദേവി. നിന്നെ ഇന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് നീതുവിനെ അടിക്കുന്നു. ഒന്ന് നിർത്ത്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വാ തുറന്ന് ചോദിക്കുക, അല്ലാതെ അപ്പോഴത്തേന് തല്ലാൻ നിൽക്കുവല്ല വേണ്ടത്. ഞാൻ ചോദിച്ചോളാം. ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞല്ലേ മോളെ, പിന്നെ അവനെ കാണാൻ നിൽക്കണോ? അയ്യോ, എന്നാൽ ഇവളെ മടിയിലെത്തി കൊഞ്ചിക്ക്. ഞാൻ വന്നപ്പോൾ കണ്ട എന്താണെന്ന് അറിയുമോ? ഇവള് നാട്ടുകാർ കാണേ ആ നടു റോഡിൽ അവനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു. അയ്യേ, കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനാ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അത് കണ്ടിട്ട് ഞാൻ ഇവളെ തല്ലാതിരിക്കണോ? എടി നായെ, വീടിന് മുമ്പ് വിളിച്ചു വരുത്തിയിട്ട് വേണ്ടാതിനും കാണിക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ. നീതുവിനെ പിന്നെയും തല്ലുന്നു. എടി, നീ നശിച്ചു പോകൂടി, നശിച്ച്. എടി സീതേ, വേണ്ട, മാറ്, മതി. എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നിങ്ങൾ കേട്ടോ? നിങ്ങൾ ഇനി എത്ര എന്നെ അടിച്ചാലും കൊല്ലുമെന്ന് വെച്ചാലും എനിക്ക് ഹരീഷിനോടുള്ള ഇഷ്ടം മാറുകയില്ല. ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. നീതുവിനെ ചേട്ടൻ അടിക്കുന്നു. നീതു തിരിച്ചു അടിക്കുന്നു. ദേഹത്ത് കൈവച്ചാലേ തിരിച്ചും കിട്ടും. എടി, നിനക്ക് എന്ത് വൃത്തികേടും കാണിക്കുക? അത് ചോദിച്ചു കഴിഞ്ഞാൽ നീ ചേട്ടനെ തിരിച്ചടിക്കും അല്ലേ? പിന്നെ നീതുവിനെ തല്ലുന്നു. എടി, നിനക്ക് എത്ര വയസ്സായി? നിന്റെ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെയാണോ കാണിക്കുന്നത്? എനിക്കും പ്രായമൊക്കെ ആയി. ഗുണദോഷിക്കുകയും ശാസിക്കുന്നതൊക്കെ നിങ്ങളുടെ കാര്യം. അതിനെന്നെ തല്ലാൻ നിന്നാൽ ഞാൻ എൻ്റെ സ്വഭാവം മാറും. നീതു, ഇതിലും വലുത് ഇനി ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുമോ? ഹരീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. അമ്മേ, ഇവള് നിങ്ങളുടെ മകള് തന്നെയാണോ? ഇവള് കാരണം പുറത്ത് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും നീ പ്രായമായ പെൺകുട്ടികളെ റോഡിൽ വെച്ച് അവമാനിക്കുന്നത്. നിന്റെ യോഗ്യതയൊന്നും നീ പറയണ്ട. നീതു, തർക്കുത്തരം പറയലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്ത് സംസാരിക്കുക അല്ലേ? പിന്നെ അടിക്കുന്നു. ഞാൻ എന്ത് തെറ്റാടി കാണിച്ചത്? നീ കാണിച്ച വൃത്തികേട് ചോദിച്ചതോ? നീതു തിരിച്ചു അടിക്കുന്നു. ഞാൻ എന്ത് വൃത്തികേടാണ് കാണിച്ചത്? രണ്ടുപേരും പിന്നെ തല്ലുകൂടുന്നു. നീതു, ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോണം. ഡി, അച്ഛൻ പറഞ്ഞത് കേട്ടോ? പറഞ്ഞത് കേട്ട് ഇവിടെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോണം. നീ ചത്തുപോയെന്ന് വിചാരിച്ചോളാം. നിനക്ക് വേണ്ടി ഇനി നാട്ടുകാരുടെ കൂടെ അടിയോടാനും വയ്യ, ഇനി നാണം കെടാനും വയ്യ. നീതു, നിന്നെ ഞാൻ കൊച്ചു കുട്ടികളെ മനസ്സിലാക്കി തന്ന പോലെ മനസ്സിലാക്കി തന്നു. നീ എത്ര വാശി പിടിച്ചാലും ഞാൻ ഹരീഷുമായിട്ടുള്ള കല്യാണം നടത്തി തരത്തില്ല. നിങ്ങളോട് അതിന് എനിക്ക് നടത്തി തരാൻ പറഞ്ഞില്ല. ഞാൻ എന്നെങ്കിലും കല്യാണം കഴിക്കുവാണെങ്കിൽ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. അതുവരെ കറങ്ങി നടക്കാനാ ഭാവം. ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഞങ്ങൾ പറയുന്നത് കേട്ട് നിനക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിൽക്കാം, അല്ലാതെ അവനെ കാണാനോ ഒട്ടിപ്പിടിച്ചിരിക്കാനോ ആണെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിക്കോണം. നീതു വാതിലടച്ചിട്ട് തുണി പറക്കി വെക്കുന്നു. നീതു, വാതിൽ തുറക്ക്. ഓ, ബാഗ് എടുത്ത് ഇറങ്ങിയോ? അച്ഛനും അമ്മയും ഓപ്ഷൻ പറഞ്ഞു. എനിക്ക് ഹരീഷിനെ മറന്ന് ജീവിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. കേട്ടില്ലേ അമ്മേ, അവൾ പോകാൻ നിൽക്കുമെന്ന്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ ബാഗും തൂക്കി പോകാനിരിക്കുക. നീ പുറത്തു പോയാൽ എങ്ങനെ ജീവിക്കും? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോകാൻ പറഞ്ഞു, ഞാൻ പോകുന്നു. നിങ്ങളുടെ തല്ലും ചവിട്ടും കൊള്ളേണ്ട ആവശ്യമില്ല. നീ എവിടേക്ക് പോവാ? ഞാൻ എവിടേക്കെങ്കിലും പോവാം. ബാഗ് മേടിക്ക്. എടി, ബാഗ് താടി വിട്. ഡി മോളെ, നീ അച്ഛൻ പറയുന്ന കേൾക്ക്. ആ കേട്ടോണ്ടാന്നല്ലോ ഞാൻ ഇറങ്ങിയത്. നീ ആ കുടുംബത്തിനെ പറ്റി നിനക്ക് അറിയാത്തത് കൊണ്ടാ.
സാരമില്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ആ കുടുംബത്തെക്കുറിച്ചുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കിയതിന് വളരെ നന്ദി. എനിക്കിനി ഹരീഷിനെ കാണാനോ സംസാരിക്കാതിരിക്കാനോ വയ്യ. ആ പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ അടിക്കും. നിങ്ങളുടെ അടി കൊള്ളാൻ എനിക്ക് വയ്യ. അമ്മ പറഞ്ഞതേ ഞാൻ ചത്തുപോകുന്നല്ലയോ, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. എടി, ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യെങ്കിൽ നീ എവിടെങ്കിലും പോ. മോളെ, ഈശ്വര, നീ ഇഷ്ടമുള്ളിടത്ത് പോയി തൊലയടി. എവിടെ പോയാലും നീ ഇവിടെ തന്നെ വരുമല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ ഞാൻ എൻ്റെ സാരിത്തുമ്പിയെ കെട്ടിയിടണോ? പോട്ടെ, എവിടെങ്കിലും പോട്ടെ. എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒരെണ്ണം പിറന്നിട്ടില്ലെന്ന് വിചാരിച്ചോളാം. നീ പോടി. നിങ്ങൾ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? നിങ്ങൾക്ക് വേറെ വീട്ടിൽ പണിയില്ലയോ? നിങ്ങൾ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയത്? അത് നീതുവിന് വലിയ കുഴപ്പമാകത്തില്ലയോ? ഒന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്യുവാണോ? സുധീഷേട്ടാ, ഏട്ടത്തി പറഞ്ഞത് ശരിയാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലടാ. അപ്പോഴേക്ക് സുഭാഷേട്ടൻ വരുന്നു. എന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും എന്താ വല്ലാതിരിക്കുന്നേ? വീണ്ടും കുഴപ്പമായി സുഭാഷേട്ടാ. എന്തു കുഴപ്പം? നീ ഒന്ന് വെറുതെ ഇരുന്നേ നികേഷേ. നീ എന്തിനാടാ ഇവൻ്റെ നേരെ കണ്ണൂരിട്ടുന്നേ? നികേഷേ, കാര്യം പറ. ഇവർ രണ്ടുപേരും പോയി പിന്നെയും നീതുവിൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. അടിയുണ്ടാക്കിയെന്നോ? അടിയുണ്ടാക്കിയൊന്നുമില്ല സുഭാഷേട്ടാ. സുഭാഷേട്ടാ, അവിടെ പോയി നീതുവിനെ ഇവന് കാണണമെന്ന് പറഞ്ഞു. അവിടെ പോയി സംസാരിച്ചപ്പോൾ ആ ബ്രദർ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അവിടെ പോയി എന്തിനാടാ പിന്നെ അടിയുണ്ടാക്കാൻ പോയത്? ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ടാണോ പിന്നെ അടിയുണ്ടാക്കാൻ പോയത്? വീട്ടിലേക്കൊന്നും പോയില്ല, വഴിയിൽ നിന്ന് സംസാരിച്ചതേ ഉള്ളൂ സുഭാഷേട്ടാ. അതെ, ഇവൻ അവളെ കാണണമെന്ന് പറഞ്ഞിട്ടാ സംസാരിക്കാൻ പോയത്. അപ്പോൾ അവിടെ ചേട്ടൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അവിടെ പോകണമായിരുന്നോടാ സുഭാഷേട്ടാ. ആ കുട്ടി ഒന്ന് വിളിച്ചു നോക്കി, ആ കുട്ടിയുടെ ഈ ഫോൺ പോലും ഇല്ല. ഇത്രയും പ്രശ്നമുണ്ടായിട്ട് പോയിട്ട് അവരെന്തേലും ചെയ്യുമെന്ന് അവനൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൂട്ടി പോയത്. അതിപ്പോൾ വീണ്ടും വഴക്കായില്ലയോ? ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവൻ വന്നത്. അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയി. അവൻ എന്തേലും ചെയ്യുമെന്നൊരു പേടി. ഫാമിലിയെ കൊള്ളത്തില്ല. ഒന്ന് പറഞ്ഞതിന് രണ്ടാമത്തേന് അടിയാണ്. വായിന്ന് വരുന്ന വാക്കുകളോ അതിനേക്കാട്ടിലും മോശം. എടാ, നിങ്ങൾ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അതെങ്കിലും ഒന്നും ആലോചിക്കണ്ടായോടാ. അപ്പോഴാണ് ഗേറ്റ് തുറന്ന് നീതു വരുന്നത്. ആ നോക്ക്. ഹായ് സീനിയർ. ഹലോ ജൂനിയർ. എന്താ നീതു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ പറ്റിയാ മോളെ സംസാരിച്ചോണ്ടിരുന്നത്. അവരവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് അവരെ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ മോളെ? എന്താ ഈ ബാഗൊക്കെ ആയിട്ട്? അത് ശരിയാണല്ലോ, ബാഗൊക്കെ ആയിട്ട് എന്താ? നീതു, എന്താടി അവിടെ പ്രശ്നം? ഹരീഷ്, നീ പോയതിന് ശേഷം അവിടെ ഭയങ്കര സീനായി. അമ്മയും കൂടെ ജോയിൻ ചെയ്തപ്പോൾ കൊലപാതക സീന്. രണ്ടും കൂടെ എന്നെ അടിയോടടി അടിച്ചോ. പിന്നെ അവർക്ക് അതല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. അത് വിട് ചേച്ചി, അവിടെ ഇതൊക്കെ നോർമലാണ്. ഇത്തവണ കുറച്ച് ഓവറായിപ്പോയി. അച്ഛൻ 2 ഓപ്ഷൻ വെച്ചു. ഒന്നെങ്കിൽ വീട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഹരീഷുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇനി മുതലേ ഞാൻ ഇവിടെയാണ് താമസിക്കാൻ പോന്നേ. നീ എന്തൊക്കെയാടി പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? നീ വേണോ അവർ വേണോന്ന് ഓപ്ഷൻ. ഞാൻ നീ വേണമെന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്തു. സൂപ്പർ. ഇതിലും മേലെ അവിടെ പോയി എനിക്കിനി അടി വാങ്ങാൻ വയ്യ. ചെന്നാലും കയറ്റാൻ പോകുന്നില്ല. അതിലും നല്ലത് ഇവിടെ കഴിയുന്നതല്ലേ. ശരിക്കും ഇവിടെ കഴിയാൻ പോകുന്നോ? വേറെ ഓപ്ഷൻ ഇല്ല ബ്രോ. അത് തന്നെയാണ് നല്ലത്. ഹരീഷെ, ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചേ നമുക്ക് ഈ കെട്ടങ്ങ് നടത്താം. നീതുവിന് ഇവിടെ കഴിയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാൽ വേഗം പോയി റെഡിയാവ്. എന്തിന്? എടാ, കല്യാണത്തിന്. സുധീഷേ, ഒന്നും മിണ്ടാതിരുന്നേ. ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ലേ. എന്തെടുത്തു ചാടി ചെയ്യുന്ന? ഇതാണ് കറക്റ്റ് ഡിസിഷൻ. നീതു എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഇവിടെ താമസിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരി. നീതു മോളെ, നീ അകത്തോട്ടിരി, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീതി മോളെ അവളെ കൂട്ടിക്കൊണ്ടുപോ. ഇവിടെ ഇരിയേ, ഞാനിപ്പം വരാവേ. എടാ, ഇപ്പം എന്ത്? ബാഗും എടുത്ത് വന്ന പെണ്ണിനെ തിരിച്ച് വീട്ടിലേക്ക് അയക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്ന പെണ്ണ്. ഇവിടേക്ക് വരുന്ന എല്ലാ വീട്ടുകാരും പ്രശ്നക്കാരാണല്ലോ. ഏട്ടത്തിയുടെ വീട്, സുനന്ദേച്ചിയുടെ വീട്, ഇപ്പം നീതുവിൻ്റെ വീട്. തിരിച്ചയക്കാൻ പറ്റുന്നില്ലെന്ന് ഇരിക്കട്ടെ, ഇവിടെ നമ്മൾ എങ്ങനെ താമസിപ്പിക്കും? അതെ, ഇവിടെ താമസിച്ചാലും അവിടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അതല്ലേ ഞാൻ കെട്ടിക്കാൻ പറഞ്ഞത്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? അവള് തീരുമാനം എടുത്ത് ഇറങ്ങിപ്പോകുന്നതല്ലയോ? ഹരീഷിന് അവളെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ കല്യാണം നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. എടാ, എടിപിടിന്ന് കല്യാണം നടത്താൻ പറ്റുമോ? നീതു ചെറിയ കുട്ടിയാ. ഹരീഷിന് അതിന് താല്പര്യമായൊന്നും അറിയില്ല. രണ്ടുപേരും ഇപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത്. എത്രത്തോളം മനസ്സിലാക്കിയെന്ന് പോലും അറിയത്തില്ല. വേറെ ആരും വേണ്ട, ഹരീഷ് മതിയെന്ന് പറഞ്ഞല്ലേ അവൾ ഇറങ്ങിപ്പോകുന്നത്. ഹരീഷ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അവൾ വന്നത്. അപ്പോൾ രണ്ടുപേരും കെട്ടിച്ചു വിടുന്നതല്ലേ ശരി? അതങ്ങനെയല്ല. ഇത് ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. അവളെ വീട്ടുകാർ തല്ലി. അപ്പോൾ ഒരു ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും അവൾ വാശി കയറി ഓരോ ഓപ്ഷൻ എടുത്തയാ. അല്ലാതെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനം എടുത്തോണ്ട് വന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. ശരി, ഇവിടെ നിർത്തണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചല്ലേ പറ്റൂ. എടാ ഹരീഷ്, നിന്റെ അഭിപ്രായം എന്താ? അതിപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ വേഗം കെട്ടാൻ നോക്ക്, പിന്നെ ബാക്കി കാര്യം ആലോചിക്കാം. നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരിക്കേ. എല്ലാത്തിനും പരിഹാരം കല്യാണമാണെന്ന് വിചാരിക്കല്ലേ. വേറെ എന്താ പരിഹാരം എന്ന് പറ. അവളെ വെറുതെ ഇവിടെ താമസിക്കാൻ പറ്റുമോ? നാളെ അവിടെ പേരൻസ് വന്നേ എൻ്റെ മോളെ പൂട്ടിയിട്ടിരിക്കുക, കടത്തിക്കൊണ്ട് വന്നേ എന്ന് പറഞ്ഞ് കേസ് കൊടുത്താലേ അവളെ പിടിച്ചോണ്ടങ്ങ് പോവും. അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടെ അവളെ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ആ കുട്ടി അനുഭവിക്കുന്ന ടോർച്ചർ എന്തൊക്കെയാ? കല്യാണം കഴിച്ചാലേ ഇവിടെ നിർത്താൻ ഒരു കാരണം പറയാം. എന്താ ഹരീഷ് പറയുന്നത്? ഞാനത് എടാ, കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയടാ. സുധീഷേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ പറയടാ, വാടോ. എന്താ
സുധീഷയുടെ എന്താ കല്യാണം എന്ന് പറയുന്നത്? വേറൊരു ഓപ്ഷനും ഇല്ലേ? അതല്ലേ പൊട്ടാ ഞാൻ അകത്ത് വെച്ച് പറഞ്ഞത്. എടാ നീത് വീട് വിട്ട് ഇറങ്ങിപ്പോന്നില്ലേ? ഇനി എന്ത് ഓപ്ഷനാ ഉള്ളത്? അവൾ കല്യാണം കഴിയാതെ ഇവിടെ ഇരിക്കുന്നതാ കുഴപ്പം. കല്യാണം കഴിയാതെ അവളെ ഇവിടെ നിർത്താൻ പറ്റുമോ? അവൾ പോലീസ് കേസായാലേ കോടതിയിൽ അവൾ ഇതൊക്കെ തന്നെ പറയും. നിന്റെ കൂടെ ഇറക്കി വിടുകയും ചെയ്യും. നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയാമോ? അഥവാ കല്യാണം കഴിഞ്ഞാലേ നാട്ടുകാരെയും അവിടെ വീട്ടുകാരെയും പോലീസിൻ്റെ വായടയ്ക്കാം. എടാ ഹരീഷേ, എന്തോന്ന് ഇത്ര ആലോചിക്കുന്നത്? ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.